Hello, good evening and welcome to Red Carpet with RJ Jerry on Asraya FM 90. ഇത് നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോൾ ഇന്നത്തെ ഈ വിഷു സ്പെഷ്യൽ റെഡ് കാർപ്പറ്റിൽ നമ്മളോടൊപ്പം ചേരുന്ന അതിഥി മലയാളികൾക്ക് അത്രമേൽ പ്രിയങ്കരനായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സൗണ്ട്, അദ്ദേഹത്തിന്റെ ആ മാധുര്യമുള്ള ശബ്ദം നമുക്ക് എല്ലാവർക്കും വളരെയധികം പരിചിതമായിട്ടുള്ള ഒരു ശബ്ദം തന്നെയാണ്. നമ്മളൊക്കെ ഏറ്റുപാടിയിട്ടുള്ള, നമ്മളൊക്കെ ഒരിക്കലെങ്കിലും ഉള്ളിട്ടുള്ള ഒരു പാട്ടെങ്കിലും ഇദ്ദേഹം പാടിയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചുമല്ല, മലയാളം, തമിഴ്, തെലുഗു, ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിയിലായിട്ട് 500-ൽ പരം പാട്ട് പാടിയിട്ടുള്ള, ഒരുപാട് ആൽബംസ് ചെയ്തിട്ടുള്ള, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പെർഫോമിംഗ് ആർട്സിന് ഫസ്റ്റ് റാങ്ക് നേടിയ, 13 തവണ കലാപ്രതിഭ പട്ടം സ്കൂൾ ലെവൽസിൽ, ഡിസ്ട്രിക്റ്റിലും സബ് ഡിസ്ട്രിക്ട് ലെവൽസിലും നേടിയിട്ടുള്ള, കേരള സംസ്ഥാനത്തിന്റെ ബെസ്റ്റ് മെയിൽ സിംഗർ എന്നുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ള ഒരു അമേസിംഗ് സിംഗറാണ്. മറ്റാരുമല്ല, നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള സ്റ്റാർ സിംഗർ നജീം അർഷാദ്. കനവുകളിൽ പുതുമഴയായി പെയ്തു, നിലവുകളിൽ പൂങ്കനികൾ നെയ്തു, ഈ വെൽക്കം ടു ദ ഷോ. ദേ ഇപ്പൊ പെരുന്നാളും വിഷു ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എങ്ങനെയൊക്കെയാണ് ഇക്കയുടെ പെരുന്നാൾ വിഷു ആഘോഷങ്ങൾ? പെരുന്നാളും വിഷുവൊക്കെ വളരെ നല്ല രീതിയിൽ ഇങ്ങനെ പോകുന്നു. റംസാന് നാട്ടിലായിരുന്നു, സാധാരണ പുറത്താണ് എല്ലാ വർഷവും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തെവിടെയെങ്കിലും ആയിരിക്കും. പക്ഷേ ഇപ്പോൾ നാട്ടിൽ പോകാൻ പറ്റി, അവിടെ തന്നെയായിരുന്നു പ്രോഗ്രാമും. വീട്ടിൽ പോകാൻ പറ്റി. ഉമ്മയും വാപ്പയോടൊപ്പം ഇത്തവണത്തെ പെരുന്നാൾ ഭംഗിയായി ആഘോഷിച്ചു. അങ്ങനെ പോകുന്നു. പിന്നെ വിഷുവിനെ കുറിച്ച് പറയുമ്പം, പണ്ട് ചെറുതിലെ എൻ്റെ കൂട്ടുകാരുടെയൊക്കെ വീടുകളിൽ കണി വെക്കുന്നതും, പിന്നെ വിഷു കൈനീട്ടം വാങ്ങാൻ മുൻപന്തിയിലുണ്ടാറുണ്ടായിരുന്നു. അതുപോലെ കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റും ആയിരുന്നു. അപ്പോൾ അതൊക്കെയാണ് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത്. പക്ഷെ ഇപ്പം ഞാൻ എറണാകുളത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ വളരെ സൗഹൃദങ്ങളും ഒക്കെ വളരെ ചുരുങ്ങിയതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചെറുപ്പകാലത്തെ ആഘോഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ വളരെ കുറഞ്ഞ രീതിയിലുള്ളൊരു നിരക്കിലാണ്. എന്നാലും ആഘോഷങ്ങൾ ചെറിയ രീതിയിൽ എല്ലായിടത്തും കാണപ്പെടുന്നുണ്ട്. എന്തായാലും പഴയതുപോലെ എല്ലാവരും വീടുകളിൽ ഒരുമിച്ചും സന്തോഷങ്ങൾ പങ്കിടാനായിട്ടൊക്കെ ഉള്ള ഒരു സാഹചര്യം സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു. ഇക എന്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, നജീം അർഷാദ് എന്ന് കേൾക്കുമ്പോൾ ഓഫ് കോഴ്സ് ഫസ്റ്റ് തിങ് വിൽ ബി ഐഡിയ സ്റ്റാർ സിംഗർ. സ്റ്റാർ സിംഗറിന്റെ ഓർമ്മകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ? ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ഷോ ആണ് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വഴിത്തിരിവായിട്ടുള്ളൊരു ഷോ. എല്ലാവർക്കും അറിയാം. ഞാനത് വഴിയാണ് ജനങ്ങളിലേക്ക് എത്തിയതും അവരിലേക്ക് എൻ്റെ പാട്ട് എത്തിയതും. ഒരുപാട് സന്തോഷമുണ്ട്. വർഷങ്ങൾ 15 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആൾക്കാർ തിരിച്ചറിയുന്നതും ഒക്കെ, എവിടെ പോയാലും ആൾക്കാർ അടുത്ത് വരുന്നതൊക്കെ ഈ ഒരു സ്റ്റാർ സിംഗർ എന്ന പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷമാണ്. ഒരു വർഷം ഞാനതിൽ പങ്കെടുത്തിരുന്നു. 10-15 റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ 50 പാട്ടാണ് പാടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കരുതുന്നത്. ലൈഫിൽ തന്നെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാനത് കരുതുന്നത്. അതുപോലെ തന്നെ വളരെ ചെറുതിലെ തന്നെ സിനിമയിൽ ഒരു പാട്ട് പാടുക, അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിലൊരു ചെറിയൊരു ആലാപെങ്കിലും കിട്ടുക എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു വഴി തെളിച്ചതും ഒക്കെ ഈ ഒരു സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷമാണ്. ഓർമ്മകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും മറക്കാൻ പറ്റുന്നതല്ല. അവിടെ ഓഡിഷൻ പോകുന്ന സമയം തൊട്ട് അവസാനം ചന്ദ്രശേഖരന സ്റ്റേഡിയത്തിൽ ഫിനാലെ നടക്കുമ്പോൾ കപ്പടിക്കുന്നത് വരെയുള്ള ഓർമ്മകൾ ഇപ്പോഴും മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്. അതെപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും. അത് ജീവിതത്തിൽ തന്നെ ഒരു മറക്കാനാവാത്ത അനുഭവങ്ങളാണ് ആ ഒരു വർഷം ലൈഫിൽ എനിക്കുണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൽ ഞാൻ വിജയിച്ചതിന് പിന്നാലെ എനിക്ക് ഉറപ്പായിട്ടും പറയാം, എൻ്റെ വാപ്പയും ഉമ്മയാണ് എൻ്റെ പുറകിൽ. തുടക്കം തൊട്ട് അവസാനം വരെ എല്ലാ റൗണ്ടുകളിലും അവർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവിധ പ്രോത്സാഹനം തന്നിട്ടുണ്ട്. ഒരു വർഷം നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര വലിയൊരു ഇതാണ്.
അപ്പോൾ അതിന് എന്നെക്കാട്ടിയും കൂടുതൽ ടെൻഷനും വാപ്പയ്ക്കും ഉമ്മയ്ക്കുമായിരുന്നു. മൊത്തത്തിലത് ആ ഒരു വർഷത്തെ ഓർക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഈ പ്രഷറാണ് ആദ്യം ഓർമ്മ വരണം. നമ്മൾ അന്ന് അനുഭവിച്ചിട്ടുള്ള ഒരു ഓവർകം ചെയ്ത സാഹചര്യങ്ങളും അവസാനം ഒരു ഐഡിയ സ്റ്റാർ സിംഗർ വിന്നർ എന്നുള്ള ടൈറ്റിൽ നേടിയപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമൊക്കെ അതൊക്കെ എപ്പോഴും മനസ്സിൽ ഉള്ള ഓർമ്മകൾ തന്നെയാണ്. ഏതാണ്ട് 500+ പാട്ടുകൾ പാടിയിട്ടുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക് ഇൻഡസ്ട്രി, ഹിന്ദി ഇൻഡസ്ട്രി മുതലായിട്ടുള്ള എല്ലാ ഇൻഡസ്ട്രിയിലും പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഏതാണ് ഇക്കയുടെ ഫേവറേറ്റ് സോങ്? ഞാൻ ആദ്യം സിനിമയിൽ പാടുന്നത് മേജർ രവി സാറ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള മമ്മൂക്ക അഭിനയിച്ച മിഷൻ 90 എന്ന സിനിമയാണ്. ജെയ്സൺ ജെ നായർ ചേട്ടനാണ് അതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പാട്ടിനോട് പ്രത്യേക ഒരു താല്പര്യമുണ്ട്. കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അത് എൻ്റെ ആദ്യത്തെ പാട്ടായതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹം യാഥാർത്ഥ്യമായതിൻ്റെ ഒരു സന്തോഷം. മിഴിനീര് പൊഴിയുമ്പോഴും കരയില്ല ഞാൻ എന്ന പാട്ടാണത്. ആ പാട്ട് എനിക്ക് ആദ്യ ഗാനം എന്നുള്ള രീതിക്ക് വളരെ മനസ്സിൽ ഇപ്പോഴും അടുത്ത് നിൽക്കുന്ന ഗാനമാണ്. അതുപോലെ കരിയർ ബ്രേക്ക് നൽകിയ മറ്റൊരു ഗാനം തൊട്ടു എന്നുള്ള പാട്ടാണ്, ഡയമണ്ട് നെക്ലസിൽ. അത് വിദ്യാസാഗർ സാറാണ് അതിന് അവസരം തന്നത്. ലാൽജോ സാറിൻ്റെ പടമായിരുന്നു. അപ്പോൾ അങ്ങനൊരു മേജർ സിനിമയിൽ ഭാഗമാകാനും പിന്നെ അതിനെ തുടർന്ന് ഒരുപാട് നല്ല നല്ല വലിയ സിനിമകളുടെ എന്നെ പാടാനായിട്ട് വിളിക്കുകയും ചെയ്തു. അതിലേക്കൊക്കെ വഴി തെളിച്ചത് തൊട്ടു എന്നുള്ള ഗാനമാണ്. അതുകൊണ്ട് തന്നെ ആ പാട്ടും എൻ്റെ മനസ്സിനോട് അടുത്ത് നിൽക്കുന്നു. പിന്നെ എല്ലാ പാട്ടും വളരെ മനസ്സിന് ഇഷ്ടപ്പെട്ട് തന്നെയാണ് പാടുന്നത്. അതിനെ പ്രത്യേകിച്ച് കുറവൊന്നും ഒരു പാട്ടിൽ ഞാൻ കാണാറില്ല. എല്ലാ പാട്ടുകളും മനസ്സിലത്രയും ഇതാക്കി തന്നെയാണ് പാടുന്നത്. പിന്നെ ഈ പറഞ്ഞ പാട്ടുകളൊക്കെ ചില സാഹചര്യങ്ങൾ കൊണ്ട് മനസ്സിനോട് വളരെ അടുത്ത് നിൽക്കുന്നെന്ന് മാത്രം. അപ്പോൾ എല്ലാവർക്കും അറിയാൻ കൊതിയുള്ളൊരു കാര്യം കാണും, എങ്ങനെയാണ് മ്യൂസിക്കാണ് പ്രൊഫഷൻ എന്ന് തിരഞ്ഞെടുത്തത്? മ്യൂസിക് അല്ലായിരുന്നെങ്കിൽ ഏത് പ്രൊഫഷൻ ഇക്ക തിരഞ്ഞെടുത്തേനെ? മ്യൂസിക് പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം എൻ്റെ വാപ്പയും ഉമ്മയും തന്നെയാണ്. എൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ടെങ്കിലും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരിക എന്നുള്ളത് വീട്ടിൽ നിന്നാണ്. അപ്പോൾ പാരൻസ് മാക്സിമം ചെറുതിലേ ഉള്ള അതിനുള്ള പ്രോത്സാഹനങ്ങൾ യൂത്ത് ഫെസ്റ്റിവലിനായാലും എല്ലാ കോമ്പറ്റീഷൻസിനും എന്നെ കൊണ്ടുപോയി പങ്കെടുപ്പിക്കുമായിരുന്നു. അപ്പോൾ പാട്ടിലോട്ട് തിരിച്ചു വിട്ടു. 10ാം ക്ലാസ് കഴിഞ്ഞ് നേരെ കൊമേഴ്സ് എടുപ്പിച്ചു, നേരെ മ്യൂസിക് കോളേജിൽ ചേർപ്പിച്ചു. ഇതെല്ലാം മ്യൂസിക്കിലോട്ട് തിരിച്ചു വിടണം എന്നുള്ള ആഗ്രഹത്തിൽ വാപ്പയമ്മ ചെയ്തതാണ്. അപ്പോൾ എന്നിലും അത് വേറൊരു പ്രൊഫഷനെ കുറിച്ച് ചിന്തിക്കാനായിട്ടുള്ളൊരു സാധ്യത ഇപ്പോഴെനിക്ക് അറിയില്ല. ഞാൻ എന്തായി മാറും എന്നുള്ള കാര്യം എനിക്കൊരു പിടുത്തമല്ല. ഇപ്പം മ്യൂസിക് അല്ല പ്രൊഫഷനെങ്കിൽ ഞാൻ എന്താണ് എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. കാരണം പാട്ട് മാത്രമേ ഉള്ളൂ. ചെറുതിലേ പാട്ട് തന്നെയാണ് കേട്ട് വളർന്നിട്ടുള്ളതും. അതിലൂടെ തന്നെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നതും. വേറൊരു ഓപ്ഷൻ എൻ്റെ മുന്നിലില്ല ശരിക്കും പറഞ്ഞാൽ. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് പലർക്കും ചോദിക്കാൻ ഉള്ള ചോദ്യമായിരിക്കും, അറിയാൻ ആഗ്രഹമുള്ള ചോദ്യമായിരിക്കും. മ്യൂസിക് പ്രൊഫഷനായി എടുത്തു കഴിഞ്ഞ് എന്തൊക്കെ സ്ട്രഗിൾസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്? സ്ട്രഗിൾസ് എന്ന് പറയാനായിട്ട് വളരെ ചെറുതിലേ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മൾ ഓവർകം ചെയ്തിട്ടാണ്. അതിപ്പം ഏത് പ്രൊഫഷൻ എടുത്ത് നോക്കിയാലും അതിൻ്റെ അകത്ത് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളൊരു വേ ഉണ്ടാവില്ല. നമ്മൾ അതിലൂടെ ഹാർഡ് വർക്കിലൂടെയും വിഷമങ്ങൾ പല രീതിയിൽ നമ്മൾ വന്നാലും ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഞാൻ ചെറുതിൽ പഠിച്ചിട്ടുള്ളത്. നമ്മുടെ കല ഒരു പ്രൊഫഷനായിട്ട് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് എന്നാൽ അതിൻ്റെ നിലനിൽപ്പാണ്. എത്ര കാലത്തോളം അത് നിലനിൽക്കും എന്നുള്ളതാണ്. പണ്ടത്തെ പോലെയല്ല, ഇപ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ട്. പണ്ട് കുറച്ച് പേർക്ക് ഒരുപാട് കാലം നിൽക്കാനായിട്ടുള്ള ഭാഗ്യം എല്ലാ ഫീൽഡിലായാലും അത് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴതല്ല. ഇപ്പോൾ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. ആ പുതിയ ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു സിനിമ എടുത്താൽ പോലും കുറച്ച് ആൾക്കാർ ആ സിനിമയുടെ പുറകിലായിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സിനിമയായി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇനി അങ്ങോട്ട് മുമ്പോട്ട് ഇതൊരു പ്രൊഫഷനായിട്ട് എടുക്കുവാണെങ്കിൽ അതെങ്ങനെ അത് നിലനിർത്തിക്കൊണ്ടു പോകുന്നുള്ള കാര്യം വളരെയധികം ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഞാനിപ്പോൾ ഈ സിനിമാ ഫീൽഡിൽ വന്നിട്ട് 15 വർഷമായി. 100-300 പടങ്ങൾ എനിക്കിതുവരെ പാടാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക്
ഒരുപാട് സ്ട്രഗിൾസും വന്നിട്ടുണ്ട്, വിഷമങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. പല പാട്ടുകളും പാടിയിട്ട് അത് വന്നിട്ടില്ല, ശരിക്കും റിയലായിട്ട് പുറത്ത് വന്നിട്ടില്ല, റിലീസായിട്ടില്ല. അപ്പോൾ അതൊക്കെ ആ സമയത്ത് നമുക്ക് വിഷമം തോന്നുമെങ്കിലും പിന്നെ നമ്മളത് മുന്നോട്ടുള്ള അടുത്തത് എന്തെന്നുള്ള ചിന്തയാണ്. അപ്പോഴാണ് നമ്മൾ ആ നിലനിൽപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്നതും നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണതും. ഇപ്പോഴും നമുക്ക് അതിനൊക്കെ ഓവർകം ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും എനിക്ക് പാടാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടുന്നതും നമ്മളെ തേടി അവസരങ്ങൾ വരുന്നതും പാടുന്നതും. ഇനി ഇക്കയോടുള്ള എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, റിയാലിറ്റി ഷോ ട്രെൻഡ് തുടങ്ങിയ സമയം പെട്ടെന്ന് പോപ്പുലാരിറ്റി കിട്ടിയ ഒരു ഷോ ആണ് നമ്മളുടെ സ്റ്റാർ സിംഗർ എന്ന് പറയുന്നത്. ഏതാണ്ട് 40 ലക്ഷത്തിൻ്റെ ഫ്ലാറ്റാണ് പ്രൈസ് മണിയായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ന്യൂസ് വാല്യൂ ഒക്കെ ഭയങ്കര ഹൈ ആയിരുന്നു. അന്ന് ആദ്യമായിട്ട് ഐഡിയ സ്റ്റാർ സിംഗറിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ തോന്നിയായിരുന്നോ ഇക്ക വിന്നറാകുമെന്ന്? വിന്നറായി കഴിഞ്ഞപ്പോൾ വാട്ട് വാസ് യുവർ റിയാക്ഷൻ? ഐഡിയ സ്റ്റാർ സിംഗറിന് മുമ്പേ ഞാൻ മ്യൂസിക് കോളേജിൽ PG ചെയ്യുന്ന സമയത്ത് MPA എന്ന് പറഞ്ഞ കോഴ്സായിരുന്നു. അതിന് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ഈ സ്റ്റാർ സിംഗറിൻ്റെ ഓഡിഷനൊക്കെ വിളിക്കുന്നത്. അതിനു മുമ്പേ അമൃത TV സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു, ഐഡിയ സ്റ്റാർ സിംഗറും ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ ഒരു പാറ്റേൺ അല്ലായിരുന്നു, വേറൊരു രീതിയിലായിരുന്നു. നമ്മുടെ ആ സീസൺ തൊട്ടിട്ടാണ്, സീസൺ 2 തൊട്ടിട്ടാണ് ശരിക്കും ഒരു കോമ്പറ്റീഷൻ എന്നുള്ള ഒരു ലെവലിലോട്ട് മാറിയത്. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല ഇങ്ങനെ ഒരു, ഞാൻ വളരെ ഷൈ ആയിട്ടൊക്കെ നിന്ന് പാടുന്നൊരു ആളാണ് പണ്ട് തൊട്ടേ. എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം, എനിക്കിങ്ങനെ പെർഫോം ചെയ്തൊന്നും പാടാൻ പറ്റുന്നൊരു താല്പര്യത്തിലുള്ളതും അങ്ങനെ ഒരു കൂട്ടത്തിൽ ആയിരുന്നില്ല. ശരിക്കും ഈ ഒരു റിയാലിറ്റി ഷോ അനൗൺസ് ചെയ്തു, അതിൻ്റെ 40 lakhs ആണ് ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ന്യൂസ് വാല്യൂ ആയിരുന്നു അന്ന് ആ ഒരു. കാരണം പെട്ടെന്നാണ് ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ളൊരു എമൗണ്ട് റിയാലിറ്റി ഷോയിൽ കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ, പുറത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇത്രയും വലിയൊരു എമൗണ്ട് നൽകിയ റിയാലിറ്റി ഷോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരിതായിരുന്നു. ഞാൻ എന്നിട്ടും അനങ്ങിയിട്ടില്ല ഇതിൽ അപ്ലൈ ചെയ്യാനും ഓഡിഷന് പോകാനൊന്നും എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നെ എപ്പോഴും ഇങ്ങനെ മനസ്സിങ്ങനെ പുറകിലോട്ട് വലിച്ചിട്ടുണ്ട്. കാരണം മെയിൻലി പെർഫോം ചെയ്തൊക്കെ പാടണം എന്നൊക്കെ ഉള്ളത് എനിക്ക് പറ്റാത്തൊരു കാര്യം കൊണ്ട് ആണ് ഞാൻ മടിച്ചു നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട്ടിൽ ഉമ്മയും വാപ്പയൊക്കെ ഭയങ്കരമായിട്ട് എന്നെ പ്രഷറൈസ് ചെയ്ത്, അതുപോലെ എൻ്റെ ഗുരു ആരനാട് രാജു സാറ്, അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും പറഞ്ഞിടാ നീ പോ, കാരണം നിനക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, നിനക്ക് എൻ്റെ പാട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും, നീ ഫേമസ് ആവും, നമുക്ക് സന്തോഷമാവും, നമുക്ക് ഒരു ഫ്രണ്ട്സൊക്കെ ഒരുപാട് പറഞ്ഞതിൻ്റെ പുറകിലാണ് ഞാൻ പിന്നെ അവസാനം ലാസ്റ്റ് ഡേറ്റിലാണ് ഞാൻ ഇതിന് അപ്ലൈ ചെയ്യുന്നത്. ലാസ്റ്റ് ഡേറ്റിൽ അതും രാത്രി, അത് മറ്റേ ക്ലോസിങ് ബെല്ലടിക്കുന്ന സമയത്താണ് ഞാൻ അപ്ലൈ ചെയ്തത്. അങ്ങനെയാണ് അവിടെ നിന്ന് കോൾ വരണതും ക്ഷണം വരണതും ഞാൻ അതിലേക്ക് ഓഡിഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി ഇക്കയോടുള്ള അടുത്ത ചോദ്യം, ഇക്ക പ്രൊഫഷണൽ സിംഗർ ആയതിനു ശേഷം എന്തൊക്കെ മാറ്റമാണ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്? പ്രൊഫഷണൽ സിംഗർ ആയതിനു ശേഷം ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ലൈഫ് സ്റ്റൈൽ മാറി, ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിക്കാൻ പറ്റി, ട്രാവൽ ചെയ്തു. അതൊക്കെ പാട്ട് വഴി നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളായിട്ടാണ് ഞാൻ കരുതുന്നത്. അതുപോലെ എവിടെ പോയാലും തിരിച്ചറിയുന്നു, എല്ലാ ആൾക്കാരും വന്ന് അവരുടെ സ്നേഹം സപ്പോർട്ടിലൂടെ അറിയിക്കുന്നു, ഒരു വാല്യൂ തരുന്നു. ഇതൊക്കെ നമുക്ക് ആ ഒരു മ്യൂസിക് വഴി കിട്ടിയ കാര്യങ്ങളാണ്. ഇക്കയോടുള്ള എൻ്റെ അവസാനത്തെ ചോദ്യം, പുതിയ സിംഗേഴ്സിന് കൊടുക്കാനുള്ള ഇക്കയുടെ അഡ്വൈസ് എന്താണ്? പുതിയ ഗായകരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, കിട്ടുന്ന അവസരങ്ങൾ, പുതിയതായിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. അതിന് പെട്ടെന്ന് പാടി തീർക്കുക എന്നുള്ളതല്ല, വളരെ സാവധാനം മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ബിഹേവിയർ ആയാലും ആറ്റിറ്റ്യൂഡായാലും വളരെ നല്ല രീതിയിൽ നമ്മൾ എങ്ങനെയാണോ ഒറിജിനൽ അതുപോലെ തന്നെ അവസാനം വരെ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുക. ഒരു 1-2 ഹിറ്റ് നമുക്ക് വന്നാൽ പോലും നമ്മളതിൽ ഒന്നും മതിമറന്ന് പോകാതെ നമുക്ക് മുന്നോട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
അപ്പോൾ ദേ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് മറ്റാരുമല്ല നമ്മളുടെയൊക്കെ ഫേവറേറ്റ് സിംഗറായിട്ടുള്ള നജീം അർഷാദിക്കയായിരുന്നു. നജീമിക്ക, താങ്ക് യു ഫോർ ബീയിങ് ഹിയർ ആൻഡ് താങ്ക് യു ഫോർ ബീയിങ് വിത്ത് അസ് ഹിയർ ഓൺ ആശ്രയ FM 90 എന്ന് പറഞ്ഞുകൊണ്ട് ദേ ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. ദിസ് ഈസ് RJ Jerry ആൻഡ് നജീം അർഷാദ് സൈനിങ് ഔട്ട് ഫ്രം റെഡ് കാർപ്പറ്റ്. കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90. ഇത് നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.